2017 ഒരു പ്രമുഖ മലയാളം നടി ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നതിനിടെ തനിക്കെതിരെ നടന്ന ആക്രമണത്തെയും ഉപദ്രവത്തെയും കുറിച്ച് വലിയൊരു പോലീസ് പരാതി നൽകി. ഈ സംഭവം മലയാള സിനിമാ ലോകത്തെ നടുക്കി. പരാതി അന്വേഷിച്ചപ്പോൾ സംഭവത്തിന് പിന്നിൽ സിനിമാ മേഖലയിലെ ചില വ്യക്തികൾ ചേർന്നുണ്ടാക്കിയ പ്ലാൻ ഉണ്ടാകാമെന്ന് അന്വേഷണ ഏജൻസികൾ സൂചിപ്പിച്ചു. ഈ പശ്ചാത്തലത്തിൽ നടൻ ദിലീപിന്റെ പേരും കേസിൽ പ്രതിയായി ഉൾപ്പെടുത്തിയതോടെ കേസ് ദേശീയ തലത്തിലും വലിയ ചർച്ചയായി മാറി. പ്രതിപക്ഷം ആരോപണങ്ങൾ ശക്തമായി നിഷേധിക്കുകയും തെളിവുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയും ചെയ്തു. പരാതിക്കാരിയെ പിന്തുണയ്ക്കുന്ന സാമൂഹിക കൂട്ടായ്മകളും സ്ത്രീ സംഘടനകളും നീതി ഉറപ്പാക്കണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നു. അവസാനം 2025 ഡിസംബർ 8 നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കേസിലെ 8ാം പ്രതിയായ ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് വ്യക്തമാക്കിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി. ദിലീപിന് പുറമെ കൂട്ടുപ്രതികളായ ചാർലി തോമസ്, സനിൽ കുമാർ, ശരത് ജി നായർ എന്നിവരെയും കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. അതേസമയം കേസിലെ 1ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ള ആദ്യ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ദിലീപിനും നടിക്കും ഇടയിലുള്ള വൈരാഗ്യം അല്ലെങ്കിൽ കൃത്യത്തിന് പിന്നിലെ മോട്ടീവ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നത് വിധിയിൽ നിർണായകമായി. വിധി വന്നതിന് പിന്നാലെ കോടതി പരിസരത്ത് തടിച്ചുകൂടിയ ദിലീപിന്റെ ആരാധകർ ലഡു വിതരണം ചെയ്ത് ആഹ്ലാദ പ്രകടനം നടത്തി. 8.5 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദിലീപിന് അനുകൂലമായ വിധി വന്നിരിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.